ഫ്രണ്ട്സ്, എല്ലാവർക്കും ZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരുപാട് നാളായിട്ട് ഇപ്പൊ വരും നാളെ വരും എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് കാത്തിരുന്ന RPFന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ RPFന്റെ നോട്ടിഫിക്കേഷൻ എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നമുക്ക് RPFന്റെയും RPSFന്റെയും വിളിച്ചിട്ടുണ്ട്. SI ആൻഡ് കോൺസ്റ്റബിൾ ആണ് വിളിച്ചിട്ടുള്ളത്. SIയുടെ അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയും, അതേപോലെ നമ്മളുടെ കോൺസ്റ്റബിളിന് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ലെവൽ വിദ്യാഭ്യാസമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇനി എക്സാം പാറ്റേൺ, സിലബസ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമുക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു. ഇന്നാണ്, അതായത് 15-ാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അവസാന ദിവസം എന്ന് പറയുന്നത് അടുത്ത മാസമാണ്. അടുത്ത മാസം 14-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സബ് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. ഇത് തന്നെ സെയിം തന്നെയാണ് നമുക്ക് എവിടെ വരുന്നത്, +2 ലെവൽ കോൺസ്റ്റബിളിന്റെയും വരുന്നത്. അപ്പോൾ കോൺസ്റ്റബിളിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ പേ സ്കെയിലാണ്. 25 രൂപ വരെയാണ് അവിടെ വരുന്നത്. ഇവിടെ ഡിഗ്രി ലെവൽക്ക് സബ് ഇൻസ്പെക്ടറിന് വരുന്നത് 35,400 വരെയാണ് വരുന്നത്. ഇനി ഏജ് 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ് വരുന്നത്. ഇത് നമ്മുടെ ചില കാറ്റഗറി വരുന്നുണ്ട്, അതായത് നമ്മുടെ OBC കാറ്റഗറി ഏജ് റിലാക്സേഷനൊക്കെ വരുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ നോക്കാം. അപ്പോൾ അതേപോലെ ആദ്യമേ തന്നെ എങ്ങനെയാണ് ഈ എക്സാം നടക്കുന്നത്, ഏതെല്ലാം രീതിയിലാണ്, നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കാം, നമ്മളുടെ ആദ്യത്തത് ഇറ്റ് മസ്റ്റ് ബി എ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. അതേപോലെ 20 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ കേട്ടോ പ്രായം പറയുന്നുണ്ട്. അതേപോലെ ചില കേസസ് ഉണ്ട്, നമുക്ക് 28 വയസ്സ് വരെയുള്ളവർക്ക് ഏജ് റിലാക്സേഷൻ വരുന്നവർക്കുണ്ട്. SC STക്കാർക്ക് 5 വയസ്സ്, അതായത് ഇപ്പം 25 വയസ്സെന്ന് പറയുവാണെങ്കിൽ അതിൻ്റെ കൂടെ 5, അതായത് 30 വയസ്സ് വരെ അപേക്ഷിക്കാം. OBCക്കാർക്ക് 3 വയസ്സ് വരുന്നുണ്ട്, 3 വർഷം റിഡക്ഷൻ വരുന്നുണ്ട്, അതായത് 28 വയസ്സ് വരെ. അങ്ങനെ ഓരോന്നിനും നമുക്ക് എന്തുണ്ട്, ഓരോന്നിൻ്റെയും ഏജ് റിലാക്സേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു. എന്താണ് SIക്ക് എന്താ വേണ്ടത്, SIക്ക് ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ. ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെങ്കിലും നിങ്ങൾ ഡിഗ്രി, അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി പാസ്സായിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം ഫീസ് വരുന്നത് ഇവിടെ ശ്രദ്ധിക്കുക. നമുക്ക് ഈ പറയുന്ന രീതിയിൽ 500 രൂപയാണ് ഫീസ് വരുന്നത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ 400 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്യുന്നതാണ്. ഇനി അതേപോലെ SC STക്കാർക്ക്, ഫീമെയിൽ മൈനോറിറ്റീസിലൊക്കെ എന്താണ് 250 രൂപയാണ് വരുന്നത്. ഇതെന്താണ്, അവരുടെ ബാങ്ക് ചാർജസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ CBT ടെസ്റ്റ് ആണ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് റീഫണ്ട് ആവുന്നതാണ്. ഓക്കെ, ഇനി ഇത്രയാണ് കാര്യങ്ങൾ പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നോക്കാം. ഇതിൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും അതുപോലെ നോട്ടിഫിക്കേഷനൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. ഇനി എക്സാം വരുന്നത് CBT ബേസ്ഡ് ടെസ്റ്റ് ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം. ഓക്കെ, അപ്പോൾ ഗ്രാജുവേഷൻ ഇപ്പോൾ നമ്മുടെ SI ലെവലാണെങ്കിൽ ഗ്രാജുവേഷൻ ലെവലായിട്ടുള്ള സിലബസും +2 ലെവലാണെങ്കിൽ അതും, രണ്ടിൻ്റെയും സിലബസ് സെയിം ആണ്. പിന്നെ മോഡ് ഓഫ് ഒരു ക്വസ്റ്റിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മാത്രമാണ് വ്യത്യാസം വരുള്ളൂ. രണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ രണ്ടിനും അപ്ലൈ ചെയ്യാൻ പറ്റും. 2 ക്വാളിഫിക്കേഷൻ ഇൻ ദി സെൻസ് ഡിഗ്രി ഉള്ളവർക്ക് കോൺസ്റ്റബിളും അതേപോലെ SIയും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി 90 മിനിറ്റ് ആയിരിക്കും, 120 ചോദ്യങ്ങളായിരിക്കും വരുന്നത്. ഓക്കെ, എന്താണ് 90 മിനിറ്റ് ഒരു CBT കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം 90 മിനിറ്റ്സ് ആണ് വരുന്നത്. അതേപോലെ 120 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. 120 ഓരോ ചോദ്യത്തിനും ഓരോ മാർക്കാണ്. ശരിയുത്തരത്തിന് 3 മാർക്ക് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ 1/3 വെച്ചിട്ടാണ്, ഉത്തരത്തിന് 1/3 വെച്ചിട്ട് അവിടെ മാർക്ക് നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ടാകും. അതേപോലെ ഓരോ ഷിഫ്റ്റായിട്ടായിരിക്കും എക്സാം നടക്കുന്നത്, ഒരു ദിവസം തന്നെ പല ഷിഫ്റ്റായിട്ട്. അപ്പോൾ ഈ ഷിഫ്റ്റുകളെല്ലാം ഒരുമിച്ചിട്ട് നോർമലൈസേഷൻ ചെയ്തിട്ടുള്ള മാർക്കായിരിക്കും നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ ഒരു 35% OBCക്കും NCLനൊക്കെ, അതേപോലെ URനൊക്കെ 120ന്റെ 35% മാർക്കും, SC STക്കാർക്ക് 30% ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പാസ്സാവും, CBT പാസ്സാവാം. ഇനി അതിനുശേഷം നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, PT ടെസ്റ്റ് ഉണ്ട്.
അപ്പോൾ അതും പാസ്സായി കഴിഞ്ഞ് പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ലാസ്റ്റാണ് വരുന്നത്. അത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് റിക്രൂട്ടിംഗ് പ്രോസസ്സിലേക്ക് വരുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഒരു ചോദ്യവും അതേപോലെ 4 ഓപ്ഷൻസും ഉണ്ടാകും. ഓക്കെ, ഇനി അതുപോലെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ് നമ്മുടെ കോൺസ്റ്റബിളിനും വരുന്നത്. മാത്സിന് 35 മാർക്ക്, ജനറൽ ഇൻ്റലിജൻസും റീസണിങ്ങും 35 വരുന്നുണ്ട്, ജനറൽ അവെയർനെസ്സിന് 50 മാർക്കാണ് വരുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ജനറൽ സയൻസ് ഒക്കെയാണ് വരുന്നത്. എസ്പെഷ്യലി ഇതിനകത്ത് ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളതൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. എങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. നമുക്ക് 6 മിനിറ്റ് 30 സെക്കൻഡ്സിൽ 1600 മീറ്റർ ഓട്ടം, ദെൻ ലോങ് ജമ്പ് 12 ഫീറ്റ് ആണ് വരുന്നത്, ഹൈ ജമ്പ് 3 ഫീറ്റ് ആണ് വരുന്നത്. ഇനി ഫീമെയിലിന് 800 മീറ്റർ ആണ് വരുന്നത്. 4 മിനിറ്റ്സിൽ അവർ ഓടി കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആണല്ലോ വരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം എന്തായാലും ഒരു കാര്യം കൂടി പറയട്ടെ, ഈ ഒരു RPF എക്സാമിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, വേക്കൻസീസ്, അതുപോലെ നമുക്ക് സദേൺ സോൺ റെയിൽവേ തിരുവനന്തപുരം സോണിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറയാം. ഒപ്പം തന്നെ 2019 മുതൽ നമ്മൾ 2019 ലാസ്റ്റ് നടന്ന എക്സാമാണ്, അത് മുതൽ നമ്മുടെ അക്കാഡമിയിൽ RPF RPSF വേണ്ടിയിട്ടുള്ള കോച്ചിങ് നമ്മൾ നൽകി വരുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 6 മാസത്തേക്കാണ് വരുന്നത്. 2000 രൂപ ഫീസിലാണ്. നിങ്ങൾക്ക് ഡെയിലി ടൈം ടേബിൾ ബേസ്ഡ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡൻസ് ക്ലാസ്സുകൾ, അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടിനായിട്ടൊരു മെൻറ്റർ, ഇതെല്ലാം കൂടിയതായിരിക്കും നമ്മളുടെ ക്ലാസ്സുകൾ. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. അതേപോലെ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുവഴി നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. ഒപ്പം തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ പുതിയ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. നല്ല രീതിയിൽ പഠിക്കുക. ഈ ഒരു എക്സാമിന് പ്രത്യേകിച്ചും നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ഓഫ് മാർക്ക് കടന്നു കഴിഞ്ഞാൽ 35% മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് PT കൂടെ എന്താണ് ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ഒരു സുവർണ അവസരമാണ്. എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യുക, നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ഓൾറെഡി AZB അക്കാഡമി നമുക്ക് RPFന് വേണ്ടിയുള്ള ക്ലാസ്സുകളും കോച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഒരു 6 മന്ത് മുതലേ നമ്മൾ ഈ ഒരു കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇനി പുതിയൊരു ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye bye and thank you.